അന്നൊരു സംസ്കാരം തന്നെ അവരവരുടെ വീട്ടിലുള്ള മാലിന്യം നല്ലൊരു ബാഗിൽ കെട്ടി വഴിക്ക് എവിടെയെങ്കിലും എറിയുക, ആരാന്റെ പറമ്പിൽ എറിയുക, ഇങ്ങനെയൊരു സംസ്കാരം തന്നെ വന്നിരുന്നു. പിന്നെ വഴിനീളെ. നമസ്കാരം, ആസാദി വാർത്തയുടെ നൈറ്റ് ഷിക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. 9 ദിവസത്തെ എണ്ണ ശേഖരം മാത്രം കേന്ദ്രത്തിന്റെ വാദം പൊളിയുന്നു. അന്തിമ പട്ടികയായി വിധിയെഴുതി 2.25 കോടി വോട്ടർമാർ. വനിതാ സംവരണ ഭേദഗതി ബിൽ ഈ ആഴ്ച. ഹരീഷ് റാണ വിടവാങ്ങി രാജ്യത്തെ ആദ്യ ദയാവധം. ചെന്നിത്തല കാര്യമറിഞ്ഞു പെരുമാറുന്നയാൾ, വാനോളം പുകഴ്ത്തി സുധാകരൻ. പോലീസുകാരന്റെ വീടിന് ബോംബേറ്, 2 RSSുകാർ പിടിയിൽ. സുധാകരനുമായി BJP പ്രവേശം ചർച്ച ചെയ്തു. വെളിപ്പെടുത്തലുമായി മുൻ വിശ്വസ്തൻ സി രഘുനാഥ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, 8 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് റദ്ദാക്കിയില്ലെങ്കിൽ ഇനി റീഫണ്ട് ഇല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മോദിയുമായി ഫോണിൽ സംസാരിച്ചു ട്രംപ്. ആവേശമായി ജൻ ആക്രോശ് റാലി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് CPIM. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്തിമ പട്ടികയായി വിധിയെഴുതുക 2.71 കോടി വോട്ടർമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,71,42,952 വോട്ടർമാരാണ് ഇത്തവണ വിധിയെഴുതുക. വോട്ടർമാരിൽ 1,32,20,817 പേർ പുരുഷന്മാരും 1,39,21,868 വനിതകളും 773 ട്രാൻസ്ജെൻഡർമാരുണ്ട്. സർവീസ് വോട്ടർമാരുടെ എണ്ണം 53,984. പേരുകൾ കൂട്ടിച്ചേർക്കാൻ മാർച്ച് 15 വരെ ലഭിച്ച അപേക്ഷകളാണ് പരിഗണിച്ചതെന്ന് മുഖ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യത്നയു ഏൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടുണ്ടായിരുന്ന 16 ലക്ഷത്തോളം പേർക്ക് ഇത്തവണ വോട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2.87 കോടി വോട്ടർമാരാണ് ഉണ്ടായത്. 1,35,16,923 പുരുഷന്മാരും 1,51,45,500 സ്ത്രീകളും 289 ട്രാൻസ്ജെൻഡറും അടങ്ങുന്നതായിരുന്നു പട്ടിക. പ്രവാസി വോട്ടർ പട്ടികയിൽ 3,745 പേരും ഉണ്ടായിരുന്നു. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന ദിവസമായ മാർച്ച് 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന ഉറപ്പ് പാലിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്ന് CPIM ആവശ്യപ്പെട്ടിരുന്നു. പരമാവധി ആളുകളെ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വിരുദ്ധമായി പെരുമാറുന്നത്. ഈ നീക്കത്തിൽ നിന്നും കമ്മീഷൻ പെരുമാറണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഹരീഷ് റാണ വിടവാങ്ങി രാജ്യത്തെ ആദ്യത്തെ ദയാവധം. 13 വർഷമായി കോമയിൽ കഴിയുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഹരീഷ് റാണയുടെ ദയാവധം നടപ്പാക്കി. ഇന്ത്യയിലെ ആദ്യ ദയാവധമാണിത്. അബോധാവസ്ഥ കഴിയുന്ന 31കാരനായ UP ഗാസിയാബാദ് സ്വദേശി ഹരീഷ് റാണയുടെ ദയാവധം നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. 2013 മുതൽ കോമയിൽ കഴിയുന്ന ഹരീഷ് ചികിത്സയോട് പ്രതികരിക്കുന്നില്ലെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി ജീവൻ നിലനിർത്തുന്ന ഉപകരണം ഘട്ടം ഘട്ടമായി പിൻവലിച്ച് ദയാവധം നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ബിടെക് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് റാണ 2013 ആഗസ്റ്റിലാണ് കെട്ടിടത്തിൽ നിന്ന് വീണ് അബോധാവസ്ഥയിലായത്. അന്നു മുതൽ ട്യൂബ് വഴി നൽകുന്ന ഭക്ഷണത്തെയും ശ്വസന സഹായികളെയും ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഹരീഷിൻ്റെ അവസ്ഥ മാറ്റാനാവതാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ 2018 മാർഗനിർദ്ദേശങ്ങളിൽ ഫീഡിംഗ് ട്യൂബ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തതിനാൽ ആശുപത്രി അധികൃതർ നടപടിക്ക് വിസമ്മതിച്ചു. ഇതേ തുടർന്നാണ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത്. ചെറുവാഞ്ചേരിയിൽ പോലീസുകാരൻ്റെ വീട്ടിന് ബോംബെറിഞ്ഞ കേസിൽ 2 RSSകാർ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ കോളയാട് സ്വദേശി K രാഹുൽ 31, കാക്കിയങ്ങാട് മുഴക്കുന്ന് സ്വദേശി P ജിതിൻ 30 എന്നിവരെയാണ് കണവം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ SDPI പ്രവർത്തകൻ സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ് കണവം സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ പൂവത്തൂരിലെ UP അർജുൻ്റെ വീടിന് ബോംബെറിഞ്ഞത്. ഉഗ്രശേഷിയുള്ള ബോംബാണെങ്കിലും പൊട്ടിയില്ല. മുഖംമൂടി ധരിച്ച് നമ്പർ പ്ലേറ്റ് മറച്ച ബൈക്കിലാണ് പ്രതികൾ എത്തിയത്. CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CB ടോം, കണവം ഇൻസ്പെക്ടർ സുമിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പൊട്ടാത്ത ബോംബ് നിർവീര്യമാക്കുമ്പോൾ ഉഗ്ര സ്ഫോടനം നടന്നിരുന്നു. ചോദ്യം ചെയ്തതിനു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കോൺഗ്രസിൽ പുതിയ വെടി പൊട്ടിച്ച് K സുധാകരൻ. നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി
പാർട്ടിയെ വെല്ലുവിളിച്ച് സ്വന്തം നിലയിൽ നീക്കങ്ങൾ നടത്തി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ചെന്നിത്തല സീനിയർ നേതാവാണെന്നും കാര്യം അറിഞ്ഞ് പെരുമാറുന്ന ആളാണെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയുടെ പേരിൽ കോൺഗ്രസിൽ ആഴ്ചകളോളം നടന്ന കലാപം താൽക്കാലികമായി കെട്ടടക്കുന്നതിന് പിന്നാലെയാണ് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ച് സുധാകരൻ രംഗത്തെത്തിയത്. കോൺഗ്രസിൽ സീറ്റ് നിർണയ ചർച്ച തുടരവേ കെ സുധാകരനെ സീറ്റ് നൽകേണ്ടെന്ന് ശക്തമായി വാദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ടി സതീശനായിരുന്നു. മുതിർന്ന നേതാവെന്ന നിലയിൽ സുധാകരനെ സീറ്റ് നൽകണമെന്ന ചർച്ച നടന്നപ്പോഴൊക്കെ ശക്തമായ എതിർവാദം ഉന്നയിക്കുകയായിരുന്നു സതീശൻ. ഇതിനുള്ള മറുപടി കൂടിയാണ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടി സുധാകരൻ സതീശന് നൽകിയിരിക്കുന്നത്. എം പിമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന മാനദണ്ഡങ്ങൾ ഒരാൾക്ക് മാത്രം ഇളവ് നൽകുന്നത് ശരിയല്ലെന്നും അങ്ങനെയാണെങ്കിൽ തനിക്കും പലതും ആലോചിക്കേണ്ടി വരുമെന്നും സതീശൻ നിലപാടെടുത്തു. തുടർന്ന് സുധാകരനെ സീറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ എതിർപ്പ് തന്നെയായിരുന്നു കെ സുധാകരന് സീറ്റ് നിഷേധിക്കുന്നതിന് ആദ്യ അവസാനം കാരണമായത്. പാസാക്കിയ വനിതാ സംവരണ നിയമപ്രകാരം ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും 33% വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഈ ആഴ്ച പാർലമെന്റിൽ എത്തിക്കും. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വനിതാ സംവരണം നിശ്ചയിക്കാനാണ് നീക്കം. ഇതുപ്രകാരം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും 816 ആകും. വനിതകളുടെ എണ്ണം 273 ആകും. കേരളത്തിലെ ലോക്സഭാ സീറ്റ് 30ആയും നിയമസഭാ അംഗബലം 210ആയും ഉയർന്നേക്കും. അവസാനിപ്പിക്കാൻ അമേരിക്ക, മോദിയുമായി ഫോണിൽ സംസാരിച്ച ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടതിന്റെ അനിവാര്യത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുകയും സംഘർഷം ലഘൂകരിക്കുകയും അത്യാവശ്യമായ ഈ വിഷയത്തിൽ ഇന്ത്യൻ അമേരിക്കയെ പിന്തുണയ്ക്കുന്നതായും സമൂഹ മാധ്യമങ്ങളിലൂടെ മോദി വ്യക്തമാക്കി. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി തടസ്സമില്ലാതെയും തുറന്നു പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും മോദി പറഞ്ഞു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തിയെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാൻ 5 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബഫ് വ്യക്തമാക്കി. 9 ദിവസത്തെ എണ്ണശേഖരം മാത്രം, കേന്ദ്രത്തിന്റെ വാദം പൊളിയുന്നു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം, കരുതൽ ശേഖരം വെറും 9 ദിവസത്തെ ആവശ്യത്തേക്ക് മാത്രം തികയുകയുള്ളൂ എന്ന് വ്യക്തമാക്കി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിവരാവകാശ രേഖ. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമാകുകയും ആഗോള എണ്ണ വിപണി കടുത്ത സമ്മർദ്ദത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലും ഇന്ത്യയുടെ പക്കൽ ആവശ്യത്തിലധികം എണ്ണയുണ്ടെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. രാജ്യത്ത് 74 ദിവസത്തെ കരുതൽ ശേഖരം ഉണ്ടായിരുന്നായിരുന്നു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അവകാശപ്പെട്ടത്. ഇനിയും ഇറക്കുമതി തടസ്സപ്പെട്ടാൽ രാജ്യത്തിന്റെ എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ല. നിലവിലുള്ള ശേഖരം 10 ദിവസത്തേക്ക് പോലും തികയില്ല. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും വരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ മേഖലയിലെ സംഘർഷ വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ രാജ്യത്തേക്കുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിലച്ചിരുന്നു. ഇറാൻ ഹോർമൂസ് ഇളവുകൾ വരുത്തിയതോടെ ഇറക്കുമതി ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ ഏകദേശം 20% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇന്ത്യയിലെത്തുന്നത് ഈ പാത വഴിയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിരുന്ന ചാഞ്ചാട്ടം ഇന്ത്യയെ പോലും ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. യുദ്ധമോ പ്രകൃതിക്ഷോഭമോ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ ഉപയോഗിക്കുന്നതിനായി ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അസംസ്കൃത എണ്ണയുടെ ശേഖരമാണ് SPR അഥവാ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 85%-ലധികവും ഇറക്കുമതിയായാണ് ആശ്രയിക്കുന്നത്. ഹോർമൂസ് ഇനിയും തടസ്സപ്പെട്ടാൽ ഈ 10 ദിവസത്തിനുള്ളിൽ രാജ്യം വലിയ ഇന്ധന പ്രതിസന്ധിയിലാകും. അന്താരാഷ്ട്ര ഊർജ ഏജൻസി നിർദ്ദേശിക്കുന്നത് രാജ്യങ്ങൾക്ക് 90 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം വേണമെന്നാണ്.
കൈത്തറി ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. IIHT കണ്ണൂരും കോളേജ് ഫോർ കോസ്റ്റ്യൂംസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ കൈത്തറി ഫാഷൻ ഷോ ഡ്രീം ലീവ് സീസൺ 4 വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ APM മുഹമ്മദ് ഹനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ അധ്യക്ഷനായി. സംസ്ഥാനത്തെ 10 പ്രമുഖ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പങ്കെടുത്ത മത്സരത്തിൽ കൈത്തറി വസ്ത്രങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡിസൈനുകൾ മുഖ്യ ആകർഷണമായി. മത്സരത്തിൽ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ കണ്ണൂർ 1ാം സ്ഥാനം നേടി. സീൻഡ്രേ ബേ സ്കൂൾ ഓഫ് ഡിസൈൻ 2ാം സ്ഥാനവും അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ തിരുവനന്തപുരം 3ാം സ്ഥാനവും നേടി. 50,000, 30,000, 20,000 എന്നിങ്ങനെയാണ് 1, 2, 3 സ്ഥാനക്കാർക്ക് ലഭിച്ചത്. കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജോബി K. ജോസ് മുഖ്യ അതിഥിയായി. ചലച്ചിത്ര താരങ്ങളായ ദിവ്യപ്രഭ, ആൻസലീം എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. IIHT കണ്ണൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീധന്യൻ, ഡോക്ടർ ബിന്ദു ശ്രീനിവാസൻ, M. ആനന്ദൻ, പ്രമോദ് ചാത്തമ്പള്ളി, TK രാജേഷ്, MP ബാബു, കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ K. തനൂജ എന്നിവർ സംസാരിച്ചു. PCC പ്രസിഡന്റ് K. സുധാകരന്റെ BJP ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കി മുൻ വിശ്വസ്തനും കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ C. രഘുനാഥിന്റെ വെളിപ്പെടുത്തൽ. BJP പ്രവേശനം സംബന്ധിച്ച് സുധാകരനുമായി താൻ നേരിട്ട് സംസാരിച്ചുവെന്നും BJPയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതായും രഘുനാഥ് വെളിപ്പെടുത്തി. താനുമായി സംസാരിച്ച കാര്യം സുധാകരൻ സമ്മതിച്ചുവെന്നും ആലോചിക്കാമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയതെന്നും രഘുനാഥ് അവകാശപ്പെട്ടു. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്നതിനെ കുറിച്ച് രഘുനാഥ് സുധാകരനോട് സംസാരിച്ചു. എന്നാൽ അദ്ദേഹം ഉറപ്പൊന്നും നൽകിയിട്ടില്ല. താൻ ആരുമായും BJP പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ലെന്നായിരുന്നു സുധാകരന്റെ നേരത്തെയുള്ള വിശദീകരണം. എന്നാൽ രഘുനാഥുമായുള്ള സംസാരം ഇപ്പോൾ പുറത്തു വന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. താൻ രാഷ്ട്രീയ എത്തിക്സ് ഉള്ള ആളാണെന്നും BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ അസംബന്ധമാണെന്നുമാണ് സുധാകരൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. സുധാകരന്റെ അടുത്ത അനുയായിയായും കണ്ണൂർ DCCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന C. രഘുനാഥ് 2023 കോൺഗ്രസ് വിട്ടത്. വേട്ടക്കാരന്റെ മനസ്സുള്ള നേതൃത്വമാണോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റേതെന്ന് വിമർശിച്ചാണ് അദ്ദേഹം BJPയിൽ ചേർന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥ് നിലവിൽ BJP ദേശീയ കൗൺസിൽ അംഗവുമാണ്. സുധാകരന്റെ BJP അനുകൂല പ്രസ്താവനകളും നേതാക്കളുമായുള്ള രഹസ്യ ചർച്ചകളും കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നേരത്തെ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. രഘുനാഥിന്റെ പുതിയ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. സ്മൃതി സദസ്സ്. മൺമറഞ്ഞ വായനശാല പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനും മുൻകാല പ്രവർത്തകരെ ആദരിക്കുന്നതിനും വേണ്ടി ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച പദ്ധതിയായ സ്മൃതി സദസ്സ് കണ്ണൂർ നോർത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ മരക്കാർകണ്ടി യുവജന വായനശാലയിൽ സംസ്ഥാന കൗൺസിലർ കൃഷ്ണൻ കുറിയ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ സെക്രട്ടറി BK ബൈജു ആദര പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് EK സിറാജ് അധ്യക്ഷനായി. മുൻകാല പ്രവർത്തകരായ AO പ്രസന്നൻ, BK പ്രസന്നൻ, NK രാമചന്ദ്രൻ, CP രാജൻ, ശ്രീധരൻ ഉരുവച്ചാൽ, N അബ്ദുള്ളയുടെ സഹധർമ്മിണി V റാബിയ എന്നിവരെ ആദരിച്ചു. ജനു ഐച്ചാങ്ങാണ്ടി, പേഴ്സി ഗോയിസ്, P അഭിലാഷ് എന്നിവർ സംസാരിച്ചു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 8 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് റദ്ദാക്കിയില്ലെങ്കിൽ ഇനി റീഫണ്ട് ഇല്ല. ഉറപ്പായ ടിക്കറ്റുകൾ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പെങ്കിലും ടിക്കറ്റ് റദ്ദാക്കിയില്ലെങ്കിൽ ഇനി മുതൽ റീഫണ്ട് തുക തിരികെ ലഭിക്കില്ല. കൺഫേർട്ട് ടിക്കറ്റുകൾ അവസാന നിമിഷം റദ്ദാക്കുന്നത് തടയാനും അർഹരായ യാത്രക്കാർക്ക് സീറ്റുകൾ ഉറപ്പാക്കാനുമാണ് ഈ പുതിയ നീക്കം. സാധാരണയായി യാത്രക്കാർ ചാർട്ട് തയ്യാറാക്കുന്നതിന് തൊട്ടു മുമ്പ് ടിക്കറ്റ് റദ്ദാക്കി പണം തിരികെ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. 8 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് റദ്ദാക്കണമെന്ന പരിധി നിശ്ചയിക്കുന്നതോടെ ഒഴിവുകളുള്ള സീറ്റുകൾ നേരത്തെ അറിയാൻ സാധിക്കും. യാത്രക്കാർക്ക് തങ്ങളുടെ ബോർഡിംഗ് പോയിന്റ്, അതായത് യാത്ര തുടങ്ങിയ സ്റ്റേഷൻ മാറ്റുന്നതിനും കൂടുതൽ ഇളവുകളും സൗകര്യങ്ങളും അനുവദിക്കാനും നടപടിയുണ്ട്. ചൊവ്വാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത്. റെയിൽവേയുടെ പുതിയ പദ്ധതികളുടെയും ട്രാക്കുകളുടെയും നിർമ്മാണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കർശനമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. റെയിൽവേ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് 5 പ്രധാന പരിഷ്കരണങ്ങളും പ്രഖ്യാപിച്ചു. റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, ടിക്കറ്റ് വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കുക, ചരക്ക് നീക്കം വേഗത്തിലാക്കുക എന്നിവയാണ് പുതിയ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് വരെ ബോർഡിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കാൻ സമയം ലഭിക്കും. ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് യാത്ര തുടങ്ങുന്ന സ്റ്റേഷൻ മാറ്റേണ്ടി വരുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും.
തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ആധാർ അധിഷ്ഠിത OTP വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് മാഫിയകളെയും ഏജന്റുമാരെയും തടയാനും യഥാർത്ഥ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് ഈ സുരക്ഷാ ക്രമീകരണം. ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലെ ക്രമക്കേടുകൾ തടയാൻ അത്യാധുനിക ആന്റി ബോട്ട് സംവിധാനം നടപ്പിലാക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന 3 കോടിയോളം യൂസർ ഐഡികൾ റെയിൽവേ റദ്ദാക്കി. ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ടിക്കറ്റുകൾ തട്ടിച്ചെടുക്കുന്ന രീതി ഇതിലൂടെ അവസാനിക്കും. ആവേശമായി ജൻ ആക്രോശ് റാലി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ കേന്ദ്രം ഇടപെടുമെന്ന് CPM. പശ്ചിമേഷ്യൻ യുദ്ധത്തിനെതിരെയും രാജ്യത്തെ വിലക്കയറ്റത്തിനെതിരെയും പ്രമേയം പാസാക്കിയ CPIM രാംലീല മൈതാനത്ത് സംഘടിപ്പിച്ച ജൻ ആക്രോശ് റാലിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പശ്ചിമേഷ്യൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന അധിനിവേശ യുദ്ധം ഇന്ത്യക്കാരും ജീവിതത്തെ ദുസ്സഹമാക്കുന്നുവെന്ന് CPIM വ്യക്തമാക്കി. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമര പ്രഖ്യാപനവുമായി CPIM ജൻ ആക്രോശ് ജാഥയുടെ സമാപനം. ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന സമാപനത്തിൽ 1,00,000-ഓളം ആളുകൾ പങ്കെടുത്തു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM എന്നും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 33 റാലികൾ 1000-ലധികം പൊതുസമ്മേളനങ്ങൾ നടത്തിയ ശേഷമാണ് ജൻ ആക്രോശ് ജാഥയുടെ സമാപനം ദില്ലി രാംലീല മൈതാനിയിൽ നടന്നത്. 1,00,000-ഓളം ആളുകൾ പങ്കെടുത്ത സമാപന സമ്മേളനം മോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമര പ്രഖ്യാപനമായി മാറി. മുതലാളിമാർക്ക് വേണ്ടി തൊഴിലാളികളെ അടിമകളാക്കാനുള്ള ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും CPM മോദി സർക്കാരിന്റെ ഇത്തരം നയങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യുമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ CPM മുതിർന്ന നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു കൊണ്ടുവന്ന BBG റാംജി നിയമം പിൻവലിക്കുക, വൈദ്യുതി ഭേദഗതി നിയമങ്ങളിൽ നിന്നും പിന്മാറുക, കർഷക വിരുദ്ധമായ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ റദ്ദാക്കുക ഉൾപ്പെടെ മുദ്രാവാക്യമുയർത്തിയായിരുന്നു ജൻ ആക്രോശ് ജാഥ. കണ്ണൂർ ജില്ലയിൽ 3 വോട്ടെണ്ണ കേന്ദ്രങ്ങൾ. ചാലയിൽ എണ്ണുക 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വോട്ടുകൾ എണ്ണുക 3 കേന്ദ്രങ്ങളാണ്. കണ്ണൂർ ചാല ചിനിമിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, തളിപ്പറമ്പ് സർ സെയ്ദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളാണ് മെയ് 4-ന് വോട്ടെണ്ണുക. അരീക്കോട്, കണ്ണൂർ, ധർമ്മടം, മത്തന്നൂർ, പേരാവൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എണ്ണുക. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ തളിപ്പറമ്പ് സർ സെയ്ദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടുകൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും എണ്ണും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളോട് അനുബന്ധിച്ച് സ്ട്രോങ് റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് കഴിഞ്ഞുടൻ വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. തുടർന്ന് മെയ് 4 വരെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ സൂക്ഷിക്കും. തെരഞ്ഞെടുപ്പ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തെരഞ്ഞെടുപ്പ് സാധന സാമഗ്രികൾ അതാത് കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. വോട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇവ അതേ കേന്ദ്രങ്ങളിൽ തിരിച്ചേൽപ്പിക്കും വേണം. പയ്യന്നൂർ നിയമസഭാ മണ്ഡലം GVHS പയ്യന്നൂർ, കല്യാശ്ശേരി ഗവൺമെൻറ് ഗേൾസ് HSS മാതായി, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ GVHS, ഇരിക്കൂർ ഗവൺമെൻറ് HSS കുറുമാത്തൂർ, അഴീക്കോട് KMM ഗവൺമെൻറ് വിമൻസ് കോളേജ് കണ്ണൂർ, കണ്ണൂർ GVHS കണ്ണൂർ, ധർമ്മടം GHSS പാലയാട്, തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പ്, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പേരാവൂർ സെൻറ്റ് ജോസഫ്സ് HSS തൊണ്ടിയിൽ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. അന്നൊരു സംസ്കാരം തന്നെ അവരവരുടെ വീട്ടിലുള്ള മാലിന്യം നല്ലൊരു ബാഗിൽ കെട്ടി വഴിക്ക് എവിടെയെങ്കിലും എറിയുക, ആരാന്റെ പറമ്പിൽ എറിയുക, ഇങ്ങനെയൊരു സംസ്കാരം തന്നെ വന്നിരുന്നു. പിന്നെ വഴിനീളെ മാലിന്യ കൂമ്പാരങ്ങൾ കാണായിരുന്നു. ഇതും ഒരു പൊരുത്തപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. അതിലെങ്ങനെ മാറ്റം വരുത്താം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കലുണ്ട്. ആളുകൾ ഇറങ്ങി ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കിയാൽ നല്ല പുരോഗതി ആ കാര്യത്തിലുണ്ടായി.
എവിടെ നോക്കിയാലും പഴയ പോലെ മാലിന്യ കൂമ്പാരം കാണാനാവില്ല. പിന്നെ മറ്റേ സംസ്കാരത്തിനും ഇത് ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനും വലിയ മാറ്റം. മാത്രമല്ല ചില നദികൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു, അത് വീണ്ടെടുത്തു. വരട്ടാർ പോലുള്ള നദികളൊക്കെ വീണ്ടെടുത്തത് കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ മാറി. ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് വന്ന് നദികൾ വീണ്ടെടുക്കുന്ന, നദി സംസ്കരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട പച്ചത്തുരുത്ത്, അതൊക്കെ വലിയ തോതിൽ പ്രകൃതിയിൽ നമ്മൾ അനുകൂലമായി ഇടപെടൽ നടത്തുന്ന നില വന്നു. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നതിന് വളരെ സഹായകരമായതാണ്. ഞങ്ങൾ കാണുന്ന ഇതെല്ലാം കൂടിയുള്ളതാണ് വികസനം എന്നാണ്.